ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളിപ്പം സെന്റ് പാൻക്രാസിലാണ് ഉള്ളത്. അവിടുന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? സോ ഞങ്ങൾ ഡോവറിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സെന്റ് പാൻക്രാസിൽ നിന്ന് ഡോവറിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. അപ്പം അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ട്രെയിൻ താണ്ട് വരുന്നതാണ് നമ്മുടെ ട്രെയിൻ. ഉടനെ ഞങ്ങൾ അതിൽ കയറുന്നതായിരിക്കും. ആക്ച്വലി ഈ ട്രെയിൻ എവറി അവേർലിയോ അങ്ങനെ എന്താണ് വരുന്നത്. ട്രെയിനിൽ അങ്ങോട്ടേക്ക് പോകാൻ ഒരുപാട് ആളുകളൊന്നും ഇല്ലായിരുന്നു. സോ ഇഷ്ടം പോലെ സീറ്റ്സ് ഉണ്ടായിരുന്നു നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നിന്നൊരു 1 hour ആയിരുന്നു ഡോവറിലേക്ക് ഉണ്ടായിരുന്നത്. നല്ല സ്മൂത്തായിട്ട് പോയി, അടിപൊളിയായിരുന്നു. അങ്ങനെ ഗൈസ്, നമ്മൾ ഡോവർ എത്തിയിരിക്കുകയാണ്. ഇതെന്താ ആലിംഗനം? ഞങ്ങൾ ഇവിടെ എത്തിക്കുന്നത് വരൂ ഗൈസ്, ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നത്. ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളിതാ റെയിൽ സ്റ്റേഷനിൽ നിന്ന് ഒരു 102 എന്ന് പറഞ്ഞിട്ടൊരു ബസ് എടുത്തിട്ടാണ് പെൻസെസ്റ്റലിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ട് നമുക്കൊരു 35 മിനിറ്റോളം നടക്കണം നമ്മുടെ ആ ക്ലിഫും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എനിക്കറിയത്തില്ല ഈ 35 മിനിറ്റ് എങ്ങനെ നടക്കുമെന്ന്. നിനക്കറിയുമോ? അതിനു വേണ്ടി നമ്മളിപ്പോൾ വയറൊക്കെ നിറച്ചിട്ട് നടക്കാം. സത്യം, വയറ് നിറച്ച് ഫുഡ് കഴിച്ച് നമുക്ക് വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് നമുക്കങ്ങനെ പോവാം. ഞങ്ങൾ പൗണ്ട്ലാൻഡിൽ നിന്ന് ഒരു കുപ്പി വെള്ളം മേടിച്ചു. പിന്നെ നമുക്ക് 35 മിനിറ്റ് നടക്കുമ്പം നമുക്ക് നല്ല ദാഹം വരുമല്ലോ. സോ നമ്മൾ കുറച്ച് വെള്ളം മേടിച്ചു. ഇനി ഇവിടെ തപ്പാനിറങ്ങി കുറച്ച് എന്തെങ്കിലും വേറെ എവിടെയെങ്കിലും തിന്നാൻ പറ്റിയ സ്ഥലമുണ്ടോ എന്ന് നോക്കാൻ പോവുകയാണ് ഞങ്ങൾ. സോ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കുവാണ് ഗൈസ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. എല്ലാവരും ഫോണിലാണ്. ശ്രീലക്ഷ്മിയുടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ 5 ലിറ്റർ വെള്ളമുണ്ട്. 5 ലിറ്റർ വെള്ളം മറക്കില്ല. ഈ വെള്ളത്തിലാണ് ഞങ്ങളുടെ ജീവിതം ഇരിക്കുന്നത്. സോ ഗൈസ്, ഞങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഇത് ഫുഡ് കൊണ്ട് നമ്മുടെ ബാലൻ വരുന്നുണ്ട്. സോ ആദ്യം വരുന്നത് നമ്മുടെ സ്മൂത്തീസ് ആൻഡ് ഷേക്സ് ആണ് വരുന്നത്. കാണാൻ നല്ല അടിപൊളി രസമുണ്ട് ഗൈസ്. ഇവളുടെ സ്മൂത്തി ഇന്ന് നമ്മളെ 4 പേരും കുടിച്ച് സഹായിക്കുന്നതായിരിക്കും. അമൃതയുടെ മുഖത്ത് സന്തോഷമുണ്ട് സ്മൂത്തി നന്നായതിന്റെ. അതെ, ആക്ച്വലി ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു. നല്ല ആംബിയൻസ് ഒക്കെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. പേര് മറന്നുപോയി ആക്ച്വലി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നടക്കാൻ തുടങ്ങി. ആ സൈഡിൽ കാണുന്നതാണ് കാസിൽ. സൈഡിലൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ഒരു സൈഡിൽ നിന്ന് വൈബ് അടിച്ച് നടക്കാനൊക്കെ തുടങ്ങി. നല്ല വൈബുള്ള സ്ഥലമായിരുന്നു ഗൈസ്. അടിപൊളിയായിരുന്നു. ഒരു വണ്ട് തിന്നാപ്പൂ ഒരുത്തി തണ്ടൊടിഞ്ഞ ചെമ്പരത്തി മണ്ടരിക്ക് മണ്ട പോയ തെങ്ങൊരുത്തി നീ തോറ്റടിഞ്ഞ ജാൻസി റാണി പാട്ടൊടിഞ്ഞ കാശാവാണി. ദൈവമേ, ഈ കേറ്റാണോ കേറ്? സൂമിങ് ചെയ്യാം. അവിടെയാണ് നമുക്ക് അമ്മേ, ഇവിടെ വരെ കേറണം. ആളിലൊക്കെ കേറുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ കുഴഞ്ഞു. അമ്പരച്ചുംബികളായ അമ്മേ,
ഡേഞ്ചർ അമ്മേ. പോകുന്ന വഴിക്ക് ഏതാണ്ട് നമ്മുടെ ടീംസ് ഇടയ്ക്ക് നിർത്തി കുറച്ച് റീൽസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്നും അങ്ങോട്ട് ഒത്തില്ല, അതുകൊണ്ടൊന്നും പോസ്റ്റൊന്നും ചെയ്യാൻ പറ്റിയില്ല. അടിപൊളിയായിരുന്നു. എൻ്റെ പൊന്നി, ഒരു രക്ഷയില്ലാത്ത വ്യൂ. അമ്മേ കിടിലം. ശ്രീലക്ഷ്മിയൊക്കെ നടന്ന് അങ്ങ് എത്തിയെന്ന് തോന്നുന്നു. ഇടയ്ക്ക് വെച്ച് വഴിയൊക്കെ നിന്നുപോയി. പിന്നെ നമ്മൾ ഇങ്ങനെ പിടിച്ച് കയറുമായിരുന്നു. വീണ് പോയാൽ അതാ കടലിൽ കിടക്കും. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണ് ഗൈസ്? നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തി ഗൈസ്. പക്ഷെ നമ്മുടെ വ്ളോഗർ അക്കയ്ക്ക് പേടിയായതുകൊണ്ട് ആ വ്ളോഗേഴ്സാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഗൈസ്. പക്ഷെ എനിക്ക് വ്ളോഗ് ചെയ്യാൻ അറിയത്തില്ല ഗൈസ്. നമ്മുടെ പിള്ളേരെങ്ങനെ തിരിച്ചു കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. സോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇവിടെ വന്നപ്പോ ഞങ്ങളൊരു പിക്ക് കണ്ടു. ഇത് കണ്ടപ്പോ അക്കയ്ക്ക് മഞ്ഞുമൽ ബോയ്സിന്റെ ഫീൽ കുട്ടേട്ടാ. അപ്പൊ തൊട്ടൊക്കെ ടൗൺ. But we made it out of group chat. Yeah!